ഡൊണാൾഡ് ട്രംപ് മാത്രമല്ല, ക്ലിൻ്റനും ഒളിച്ചോടി. അമേരിക്കൻ പ്രസിഡന്റുമാരെ കടൽ വഴി ഓടിച്ചു. ലോകരാഷ്ട്രീയത്തിൽ പലപ്പോഴും പൊതുജനങ്ങൾ കാണുന്നത് ഔദ്യോഗിക സന്ദർശനങ്ങളും നയതന്ത്ര ചർച്ചകളുമാണ്. എന്നാൽ അതിന് പിന്നിൽ അരങ്ങേറുന്ന സുരക്ഷാ നീക്കങ്ങൾ പലപ്പോഴും സിനിമകളെപ്പോലും വെല്ലുന്ന അത്രത്തോളം ത്രില്ലിംഗ് ആയിട്ടുള്ളവയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുർക്കിയിൽ നിന്ന് രഹസ്യമായിട്ടൊരു സൈനിക വിമാനത്തിൽ യാത്ര ചെയ്തെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നതോടെ ലോകമെമ്പാടും വീണ്ടും ശ്രദ്ധ ആകർഷിച്ചിരിക്കുന്നത് അത്യുന്നത നേതാക്കളുടെ സുരക്ഷയ്ക്കായിട്ട് സ്വീകരിക്കുന്ന അസാധാരണ നടപടികളാണ്. വൈറ്റ് ഹൗസ് പുറത്തേക്ക് നൽകിയ സൂചനകൾ പ്രകാരം ട്രംപ് പതിവുപോലെ എയർഫോഴ്സ് വണ്ണിലാണ് യാത്ര ചെയ്യുന്നത് എന്നായിരുന്നു ഒരു പൊതുധാരണ. എന്നാൽ യഥാർത്ഥത്തിൽ സുരക്ഷാ ഭീഷണികൾ വിലയിരുത്തിയ ശേഷം അദ്ദേഹത്തെ മറ്റൊരു സൈനിക വിമാനത്തിലേക്ക് രഹസ്യമായി മാറ്റുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാവുകയും അമേരിക്കയും ഇറാനും തമ്മിലുള്ള ബന്ധം വീണ്ടും അപകടകരമായിട്ടുള്ള ഘട്ടത്തിലെത്തുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഈ നീക്കം നടന്നത് എന്നുള്ളത്. അപ്പോൾ ട്രംപിൻ്റെ ഈ യാത്ര എന്ന് പറയപ്പെടുന്നത് വെറും സുരക്ഷാ മുൻകരുതൽ മാത്രമായിരുന്നില്ല. അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ലഭിച്ചിരുന്ന ഭീഷണി വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിൽ പ്രസിഡന്റിൻ്റെ സഞ്ചാരപാതയും ഉപയോഗിക്കുന്ന വിമാനവും പരമാവധി രഹസ്യമാക്കുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം. പ്രസിഡന്റിൻ്റെ കൃത്യമായിട്ടുള്ള സ്ഥാനം ശത്രുരാജ്യങ്ങൾക്കും ഭീകര സംഘടനകൾക്കും മനസ്സിലാകാതിരിക്കാനാണ് ഇത്തരം തന്ത്രങ്ങൾ സ്വീകരിക്കുന്നത് എന്നതാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തനായ നേതാവെന്ന നിലയിൽ അമേരിക്കൻ പ്രസിഡന്റിനെ ലക്ഷ്യമിട്ട് എന്തെങ്കിലും ആക്രമണം ഉണ്ടായാൽ അതിന് വലിയ രാഷ്ട്രീയ സൈനിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നതിനാൽ സുരക്ഷാ ഏജൻസികൾ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാറില്ല എന്നതാണ്. റിപ്പോർട്ടുകൾ പ്രകാരം ഖത്തർ അമേരിക്കയ്ക്ക് സമ്മാനിച്ച പുതിയ ബോയിങ് 747-8 വിമാനത്തിലായിരുന്നു ട്രംപ് ആദ്യം തുർക്കിയിലെത്തിയത്. എന്നാൽ ആ വിമാനത്തിൽ പ്രസിഡന്റിൻ്റെ സുരക്ഷയ്ക്ക് ആവശ്യമായ എല്ലാ പ്രതിരോധ സംവിധാനങ്ങളും ഇതുവരെ പൂർണ്ണമായി ഘടിപ്പിച്ചിരുന്നില്ല എന്നതാണ്. മിസൈൽ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ, ഇലക്ട്രോണിക് ജാമിംഗ് സാങ്കേതികവിദ്യ, പ്രതിരോധ കൗണ്ടർ മെഷറുകൾ തുടങ്ങിയ സുപ്രധാന സുരക്ഷാ സംവിധാനങ്ങൾ പൂർണ്ണമായിട്ടും പ്രവർത്തന സജ്ജമല്ലെന്ന വിലയിരുത്തലാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചത്. അതിനാൽ പ്രസിഡന്റിനെ അതേ വിമാനത്തിൽ തിരികെ കൊണ്ടുപോകുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുമെന്ന് സീക്രട്ട് സർവീസും സൈന്യവും തീരുമാനിക്കുന്നു. അതോടെയാണ് അതീവ രഹസ്യമായ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. തുർക്കിയിലെ വിമാനത്താവളത്തിൽ അവിടെ 3 വിമാനങ്ങൾ ഒരുക്കിയിരുന്നു. ക്യാമറകൾക്ക് മുന്നിൽ ട്രംപ് പതിവ് എയർഫോഴ്സ് വണ്ണിലേക്ക് കയറുന്നത് പോലെ ദൃശ്യങ്ങൾ സൃഷ്ടിച്ചു. മാധ്യമങ്ങളും വിമാനത്താവള ജീവനക്കാരും ഉൾപ്പെടെ എല്ലാവരും പ്രസിഡന്റ് അതേ വിമാനത്തിലാണ് എന്ന് കരുതുന്ന സാഹചര്യമുണ്ടാക്കുന്നു. എന്നാൽ വിമാനത്തിൻ്റെ വാതിലിനടുത്തെത്തിയ ശേഷം ട്രംപും അടുത്ത സഹായികളും വിമാനത്താവളത്തിലെ കാറ്ററിംഗ് ട്രാക്കിലേക്ക് മാറുന്നു. ആ ട്രാക്ക് ഉപയോഗിച്ച് പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാതെ ഈ ചെറിയ C-32A സൈനിക വിമാനത്തിൽ എത്തിച്ച ശേഷമാണ് യഥാർത്ഥ യാത്ര ആരംഭിച്ചത് പോലും. പുറമേ നോക്കുമ്പോൾ പ്രസിഡന്റ് എയർഫോഴ്സ് വണ്ണിലാണ് തോന്നിപ്പിക്കുമെങ്കിലും യഥാർത്ഥത്തിൽ അദ്ദേഹം മറ്റൊരു വിമാനത്തിലായിരുന്നു അങ്ങനെ യാത്ര ചെയ്തത്. ഇത് സത്യത്തിൽ പേടി കൊണ്ട് തന്നെയല്ലേ, ഭയന്നോടുന്നതല്ലേ, പിന്നാക്കം പോകുന്നതല്ലേ? അപ്പോൾ ഈ രഹസ്യ നീക്കം പിന്നീട് ട്രംപ് തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. ഞാൻ സീക്രട്ട് സർവീസസും സൈന്യവും പറയുന്നതാണ് ചെയ്യുന്നതെന്നും അവർ എന്നെ മറ്റൊരു വിമാനത്തിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുവെന്നും സുരക്ഷയുടെ കാര്യത്തിൽ അവരുടെ നിർദ്ദേശങ്ങളാണ് താൻ പിന്തുടരുന്നത് എന്നൊക്കെ ട്രംപ് പറഞ്ഞു. പ്രസിഡന്റിൻ്റെ ഈ പ്രതികരണം സുരക്ഷാ ഏജൻസികളുടെ വിലയിരുത്തലിന് വൈറ്റ് ഹൗസ് നൽകിയിരുന്ന പ്രാധാന്യം വ്യക്തമാക്കുന്നതായിരുന്നു. എന്നാൽ പ്രസിഡന്റുമാർ സുരക്ഷയ്ക്കായിട്ട് ഡെക്കോയ് വിമാനങ്ങൾ ഉപയോഗിക്കുന്നത് ഇതാദ്യമായല്ല. ഇതിനു മുൻപ് 2000 അന്നത്തെ പ്രസിഡന്റ് ബിൽ ക്ലിൻ്റനും സമാനമായിട്ടുള്ള തന്ത്രം സ്വീകരിച്ചിരുന്നു എന്നുള്ളതാണ്. ഇന്ത്യയും പാകിസ്ഥാനും സന്ദർശിച്ച വേളയിൽ ക്ലിൻ്റൻ്റെ പാകിസ്ഥാൻ യാത്ര അതീവ രഹസ്യമായിരുന്നു എന്നുള്ളതാണ്. ആ സമയത്ത് പാകിസ്ഥാനിലെ സുരക്ഷാ സാഹചര്യം ഏറെ സങ്കീർണമായിരുന്നു. അതിനാൽ തന്നെ പ്രസിഡന്റിൻ്റെ വിമാനത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് ആക്രമണം ഉണ്ടാകുമെന്ന ആശങ്ക അമേരിക്കൻ സുരക്ഷാ ഏജൻസികൾക്കുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ക്ലിൻ്റൺ അവസാന നിമിഷം മറ്റൊരു വിമാനത്തിലേക്ക് മാറിക്കയറിയത്. ഇപ്പോൾ ഇവിടെ USA ടുഡേയുടെ റിപ്പോർട്ട് അനുസരിച്ച് ക്ലിൻ്റൺ യാത്ര ചെയ്ത യഥാർത്ഥ വിമാനം പൊതുജനങ്ങളിൽ നിന്നും മറച്ചുവെക്കുകയും മറ്റൊരു വിമാനത്തെ എയർഫോഴ്സ് വൺ എന്ന നിലയിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. ക്ലിൻ്റനൊപ്പം യാത്ര ചെയ്തിരുന്ന മാധ്യമപ്രവർത്തകർക്ക് പോലും ഈ വിവരം അവസാന നിമിഷം വരെ അറിയിച്ചിരുന്നില്ല. അന്നത്തെ വൈറ്റ് ഹൗസ് കറസ്പോണ്ടൻസ് അസോസിയേഷൻ പ്രസിഡന്റായിരുന്ന ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ പിന്നീട് വെളിപ്പെടുത്തിയത് വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തോട് രഹസ്യമായി സുരക്ഷാ ക്രമീകരണങ്ങൾ വിശദീകരിച്ചിരുന്നു എന്നാണ്. എന്നാൽ പ്രസിഡന്റിൻ്റെ സുരക്ഷയ്ക്ക് ഭീഷണി ഉണ്ടാകാതിരിക്കുവാൻ ഈ വിവരങ്ങൾ പരസ്യമാക്കരുത് എന്നും കർശന നിർദ്ദേശവും നൽകിയിരുന്നു. ബന്ധം കൂടുതൽ വീണ്ടും വഷളാവുകയും മേഖലയിൽ സംഘർഷം വർദ്ധിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഈ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഓരോ വിദേശയാത്രയും സുരക്ഷാ ഏജൻസികൾ അതീവ ജാഗ്രതയോടെയായിരിക്കും വിലയിരുത്തപ്പെടുന്നത്. ഇനി ഇവിടെ ഇറാനോ ഇറാൻ്റെ പിന്തുണയുള്ള സായുധ ഗ്രൂപ്പുകളോ അമേരിക്കൻ താൽപ്പര്യങ്ങൾ ലക്ഷ്യമിടുന്ന ആശങ്ക നിലനിൽക്കുന്നതിനാൽ പ്രസിഡന്റിൻ്റെ യാത്രാ പദ്ധതികൾ അവസാന നിമിഷം വരെ രഹസ്യമാക്കുന്നത് പതിവ് നടപടികളായി മാത്രം മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ട്രംപിൻ്റെ രഹസ്യ വിമാനമാറ്റം
വീണ്ടും ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടുന്ന ഒരു നിർണായകമായ യാഥാർത്ഥ്യമാണ്. രാജ്യങ്ങളുടെ നേതാക്കൾ പൊതുവേദികളിൽ ആത്മവിശ്വാസത്തോടെ പ്രത്യക്ഷപ്പെടുമ്പോഴും അവരുടെ ഓരോ ചുവടിനും പിന്നിൽ അതിസങ്കീർണമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളും രഹസ്യാന്വേഷണ വിവരങ്ങളുമൊക്കെ അതിവേഗ തീരുമാനങ്ങളുമാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. ലോകരാഷ്ട്രീയത്തിൽ അധികാരത്തിൻ്റെ പ്രകടനത്തെക്കാൾ പ്രധാനപ്പെട്ടത് സുരക്ഷയാണ് എന്നും ചിലപ്പോൾ ഒരു വിമാനമാറ്റം പോലും അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു വലിയ പ്രതിസന്ധികൾ ഒഴിവാക്കാൻ സഹായിക്കുമെന്നാണ് ഈ സംഭവങ്ങൾ ഓർമ്മിപ്പിക്കുന്നതെന്ന് കൂടി പറയട്ടെ. ഇവിടെ ഡൊണാൾഡ് ട്രംപ് മാത്രമല്ല, അതുകൊണ്ടാണ് ക്ലിൻ്റനും ഒളിച്ചോടിയിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞത്. അമേരിക്കൻ പ്രസിഡന്റുമാരെ കടൽ വഴി ഓടിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ ചെന്നവരാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ലോകം ഇങ്ങനെ തന്നെയാണ് കാണുന്നത്. അതവിടെ അമേരിക്കയിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ ഇന്ന് ഡൊണാൾഡ് ട്രംപിനെ കുറ്റം പറയുന്നുണ്ടെങ്കിൽ മുമ്പ് ഈ പറഞ്ഞ പോലെ ബിൽ ക്ലിൻ്റനും അതേ പാത സ്വീകരിച്ച ആളാണ്. മാത്രമല്ല ഡൊണാൾഡ് ട്രംപ് മാത്രമല്ല, ക്ലിൻ്റനും ഒളിച്ചോടിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അമേരിക്കൻ പ്രസിഡന്റുമാരെ കടൽ വഴി ഓടിച്ച് ഈ ഇറാൻ്റെ തന്ത്രങ്ങൾ തന്നെയാണ് ഇത്തരത്തിൽ പ്രയോഗിക്കപ്പെടുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഈ കാലത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ട്രംപിൻ്റെ ജീവൻ അപകടത്തിലാണ് എന്ന് തോന്നുന്ന നിമിഷമാണ് ഇത്തരത്തിലൊരു തീരുമാനം, അതായത് ഒളിച്ചു കയറുന്ന ഒരു തീരുമാനം ഉണ്ടാക്കിയെടുക്കുവാൻ അമേരിക്ക നിർബന്ധിതരായത്, അല്ലെങ്കിൽ അമേരിക്കൻ സൈന്യം നിർബന്ധിതരായത് എന്നുള്ളതാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ട്രംപിനെ കൊല്ലുക എന്നുള്ളത് ഇറാൻ്റെ ലക്ഷ്യമായി ഇരിക്കുമ്പോൾ എന്തായാലും ഏത് വിധേനയും വധിക്കുക എന്നതിൽ കുറഞ്ഞതൊന്നും ഇറാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടവർ ഏതു മാർഗവും സ്വീകരിക്കും ലക്ഷ്യത്തിലെത്താൻ.